അപ്പോൾ ഞാനിപ്പോൾ പുതുപ്പള്ളിയിലാണ്. നമ്മുടെ വൺ റുപ്പി പ്രദേശത്തിനോടൊപ്പമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി ഇവരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാദൃശ്ചികം ഇവരെ ഇവിടെ വെച്ച് കണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ എപ്പോഴാണ് ഇവിടെ പുതുപ്പള്ളിയിൽ എത്തിയത്? ഞങ്ങളിപ്പോൾ പുതുപ്പള്ളി എത്തിയിട്ട് 2 ദിവസമായി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 3ാമത്തെ രാത്രിയാണ്. ഒരു രാത്രിയാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ വന്നു. നാളെ ഇനിയിപ്പോൾ പോകും. കോട്ടയം ജില്ലയിലേക്ക് കയറിയിട്ട് ഇപ്പോൾ 4-5 ദിവസമായിട്ടുള്ളൂ. ആലപ്പുഴയായിരുന്നു. വയനാട്ടിൽ നിന്നാണ് ശരിക്കും യാത്ര തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ 10ാമത്തെ ജില്ലയായി. 2 വർഷവും 3 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇനിയിപ്പോൾ പോകുന്നത് നമ്മൾ കോട്ടയം കഴിഞ്ഞിട്ട് പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് കയറിയിട്ട് അങ്ങനെയാണ് നമ്മുടെ യാത്ര. കാശ്മീർ വരെ ഉണ്ട്. ഈ യാത്ര കഴിയുമ്പോഴത്തേനും വേണം നമ്മുടെ ഒരു ആഗ്രഹമാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 5 വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമായിട്ട് ഇറങ്ങിയതാണ്. അതാണ് നമ്മുടെ ടീഷർട്ടിലും വണ്ടിയിലൊക്കെ എഴുതി കാണുന്നത്. കുറഞ്ഞത് 1 രൂപ എന്നാണ്. അപ്പം നമ്മുടെ ഈ യാത്രയിൽ എങ്ങനെ വീടാവുമെന്ന് ചോദിച്ചാൽ ഇതേപോലെ കിട്ടുന്ന ആൾക്കാർ തരുന്ന കുറഞ്ഞത് 1 രൂപ മുതലുള്ള സംഭാവനകൾ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ വയനാട്ടിലുള്ള സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഇനി 5 വീട് കംപ്ലീറ്റ് ആക്കണം. ഇപ്പോൾ തറേൻ്റെ പണിയൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ല കഴിയുമ്പോൾ തന്നെ 5 വീടാക്കാനാണ്. അപ്പോൾ നിങ്ങളൊക്കെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചോദിക്കുന്നത് കുറഞ്ഞത് 1 രൂപ എന്നുള്ള. അപ്പോൾ അത് മതി. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എന്താ പറയുക അടിപൊളിയാക്കി തീർക്കാം. ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെപ്പോലെ അധ്വാനിക്കാൻ പറ്റുന്ന ആൾക്കാർക്കല്ല. അധ്വാനിച്ച് 2 സെൻറ്റ് പോലും വാങ്ങാൻ പറ്റാത്ത 5 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വീടും എന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ സ്ഥലവും വീടും അവർക്ക് പറ്റിയ എന്തെങ്കിലും തൊഴിലും ഈ യാത്രയിൽ ചെയ്ത് കൊടുക്കുക. അതുവരെ യാത്രയായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. വർക്ക് ചെയ്യുന്ന അതെ. അപ്പോൾ ഞാൻ കോഴിക്കോടുകാരനാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ നാട്ടിലാണ് വയനാട്. ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിനു വേണ്ടി ലീവ് എടുത്തിറങ്ങിയത്. നമ്മളെ ഭൂമിയിലെ ചെറിയൊരു കയ്യൊപ്പ. ഏതൊരു മനുഷ്യനും ജീവിച്ചിരിക്കാൻ നേരത്തെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഭൂമിയിൽ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് വെച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഒത്തിരി അറിയാവുന്ന ഗാന്ധിജി തന്നെ കുടുംബവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം നേടിത്തരികയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു മരിച്ചു എന്നുള്ളതല്ല, ആ ജീവിതത്തിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ നേരത്തെ ചെറിയൊരു കയ്യൊപ്പ് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കുക എന്നുള്ള. അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും. ഇപ്പോൾ ഇദ്ദേഹം ഒരു ടീച്ചറാണ്, അതൊരു കയ്യൊപ്പ് തന്നെയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു കോമ്പൗണ്ട്, സെപ്പറേറ്റ് വീടുകൾ, അവർക്കൊരു തൊഴിലെന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങളൊരു കയ്യൊപ്പാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ്. അപ്പോൾ ട്രിവാൻഡ്രം എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും എന്തായാലും? ഇനി ഏകദേശം 130 കിലോമീറ്ററാണെന്ന് തോന്നുന്നു. 4 ജില്ല. ഏകദേശം 1 വർഷം കൊണ്ട് അത് കവർ ചെയ്യും. ഒരു ജില്ലയിൽ 2-3 മാസം എടുത്തിട്ട് ഏകദേശം 1 വർഷം കൊണ്ട് തിരുവനന്തപുരം വരെ കവർ ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ജില്ല കഴിയുമ്പോഴത്തേനും നമ്മൾ ആ തുടങ്ങി വെച്ച 5 തറകളുടെയും മുകളിൽ 5 വീടും ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ട് 1 വർഷം കൊണ്ട് അത് തീർക്കുക. പിന്നീട് ബാക്കി സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ 27 സ്റ്റേറ്റ് നമ്മൾ 1 വർഷം കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഒന്ന് പോയിട്ട് വേഗം തിരിച്ചു വരും. കേരളത്തിൽ ഒരു 3.5 വർഷത്തോളം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വൺ റുപ്പി പ്രദേശമാണ്. അതുപോലെ മിഷൻ വൺ റുപ്പി യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് എല്ലാം ക്യാഷ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ പേയ്മെന്റ് നമ്മൾ പൈസ ഇവിടെ തന്നെ ഇടാൻ പറ്റും. ബാക്കി നമുക്ക് എന്തായാലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഇത് 2 സൈക്കിളാണ്. 2 സൈക്കിളാണ്. ഈ സൈക്കിളിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനാണ്. നമുക്ക് ഇതിനകത്ത് ബാത്റൂം മാത്രമേ കുറവുള്ളൂ. അടുക്കളയും ബെഡ്റൂമും എല്ലാം ഉണ്ട്. നമ്മുടെ പകൽ ഇതേപോലെ 2 സൈക്കിൾ ചവിട്ടി പോകും. 2 ഹാൻഡിലുണ്ടെങ്കിലും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് ഒരാൾക്ക് ഹാൻഡിൽ പിടിച്ചാലും മതി. ഒരു ഹാൻഡിൽ നമ്മൾ തിരിക്കാൻ നേരത്തെ കൂടെ തിരിയും. പിന്നെ നമുക്ക് ലൈറ്റിന് വേണ്ടിയ സ്വിച്ചുകളും ചാർജറും ലൈറ്റും ഫാന് മുകളിൽ സോളാർ വെച്ചിട്ടുള്ളതുകൊണ്ട് പകൽ സൂര്യൻ കനിഞ്ഞാൽ സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാം. ഹെഡ്ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു ഗ്യാസും കുറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യം വന്നാൽ പാചകം ചെയ്ത് കഴിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതും കിട്ടുന്ന നിവർത്തിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ 6x4 നല്ല സൂപ്പർ ബെഡ്റൂമായി മാറും. ഇവിടെയാണ് നമ്മുടെ കടത്തൊക്കെ. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങളുടെ വീട് ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവനാണ്. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് 2 ജില്ല കഴിഞ്ഞപ്പോൾ കാസർഗോഡ്, കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോൾ ഒരു റെയിമിൽ നിന്ന് വന്ന പുട്ടുപൊടീൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവർ ഫണ്ട് തന്നു. നമ്മളെ ആശയത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വണ്ടീൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു ബസ്സിൻ്റെ ഒരു ഇതുപോലെയാണ്. ചെറിയൊരു മിനി ബസ്സിൻ്റെ, നമ്മളെ സ്കൂൾ ബസ്സിൻ്റെ ഒരു കുഞ്ഞൊരു ലുക്ക് പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കർട്ടനാണ്. നമുക്ക് ഇതേപോലെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ കിടക്കുമ്പോൾ നമ്മൾ വണ്ടി മൂടിയിടുക ഉള്ളിൽ കാണാതിരിക്കാൻ വേണ്ടി. ഇത് പൊന്തും പകൽ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ ലൈറ്റ് ഉണ്ട്. മുകളിൽ സോളാർ വെച്ചിട്ടുണ്ട്. യാത്ര നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ എന്ത് കാര്യമാണോ? അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശരിക്ക് ഒന്നും അങ്ങനെ നേരിട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളുമായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടത് കൊണ്ടായിരിക്കും ഒരു ബുദ്ധിമുട്ടും അങ്ങനെ തോന്നാത്തത് കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇറങ്ങിയ ദിവസം എങ്ങനെയാണോ അതേ എനർജിയോട് കൂടിയിട്ട് ആ ഒരു എന്താ പറയുക, അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുള്ള് വണ്ടി തന്നെ അല്ല ഇവിടെ തന്നെ അകത്ത് തന്നെ സാഹചര്യം പറ്റുവാണെങ്കിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പെട്രോൾ പമ്പും പള്ളികളിലൊക്കെ ആണെങ്കിൽ പള്ളികളിലാണ് കൂടുതൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇവിടെ 2 ദിവസമായി വന്നിട്ട് ഇവിടുന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം പള്ളിയിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഞ്ഞിയും ഇന്ന് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയിട്ട് ഫുഡൊക്കെ അടിച്ചു. അപ്പോൾ അങ്ങനെ മാക്സിമം നമുക്ക് ചിലവ് കുറയ്ക്കാൻ എന്താണ് മാർഗം അതാണ് നമുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മിഷൻ 1 രൂപി എന്ന വണ്ടി കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളാൽ പറ്റുന്ന സഹായം അവർക്ക് ചെയ്യാം. എന്തായാലും 5 നിർദ്ധരായ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വീട് വെച്ച് നൽകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. തറേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. തറേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വണ്ടി കാണുന്ന സ്ഥലങ്ങളിൽ നിങ്ങളാൽ പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ വേറെ രണ്ടുപേരും വഴിവെച്ച് കണ്ടതിൽ നമുക്ക് സന്തോഷം. അപ്പോൾ എന്തായാലും ഇവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ യാത്രയിലൊക്കെ സ്പെഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തായാലും ഇവർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്ര വീഡിയോയിൽ കാണുന്നതിന് ഗുഡ് ബൈ.